ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോയാ സോസ് ഇല്ലാത്തവർ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതുപോലെ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് എല്ലാ പീസുകളും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് വേവാൻ വേണ്ട വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ വെള്ളമൊന്നും വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചിക്കന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഞാനിവിടെ ഇതുപോലെ പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം കാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഫ്രോസൺ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി ഉടച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരുപാട് വേണ്ട, 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് സ്റ്റിക്കി ആയി കിട്ടാൻ വേണ്ട ഉരുളക്കിഴങ്ങ് മാത്രം മതി. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സേമിയാണ്. ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ വറക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത സേമിയ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ വറക്കാത്ത സേമിയാണ് നല്ലത്. അപ്പോൾ നമുക്ക് പാകത്തിലുള്ള ആ കളറിൽ തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്കിതുപോലെ സേമിയയിൽ കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവാതെ പെട്ടെന്ന് തന്നെ ആ സേമിയൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, എന്നാലേ രണ്ട് സൈഡും ഒരുപോലെ കളറായിട്ട് വരുള്ളൂ. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രഞ്ചി ആയിട്ടുള്ള കിടിലൻ സ്നാക്ക് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദായി കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിലും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.